കാറ്റത്ത് കിളിക്കൂടിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്രതീക്ഷിതമായി രാജീവ് സുധീഷിൻ്റെ വീട്ടിലെത്തിയതിൻ്റെ സന്തോഷത്തിനാണ് നിധിയും കൂട്ടരും. കഴിഞ്ഞതെല്ലാം മറന്നും ക്ഷമിച്ചും നിധിയെ കാണാനായി വീട്ടിലെത്തിയ അദ്ദേഹത്തെ സന്തോഷത്തോടെ സ്വീകരിച്ച് സ്നേഹപൂർവ്വം ഫുഡെല്ലാം കഴിപ്പിക്കുകയാണ്. അപ്പോഴാണ് ജോലി കഴിഞ്ഞ് സുധീഷും വീട്ടിലേക്ക് എത്തുന്നത്. നിധിയെ ഒരാഴ്ച കൊണ്ട് തന്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കിവിടുമെന്ന് വെല്ലുവിളിച്ചു പോയ രാജീവിന്റെ വീട്ടിലേക്കുള്ള വരവും സ്നേഹപ്രകടനവുമെല്ലാം കണ്ട് സുധീഷിനും എന്തോ അപകടം മണക്കുകയും അവനത് ഹരീഷുമായി പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് നിധി ആ വീട്ടിൽ സന്തോഷത്തോടെയാണ് കഴിയുന്നതെന്ന് മനസ്സിലാക്കിയെന്ന് പറഞ്ഞ് അദ്ദേഹം യാത്ര പറയാൻ തുടങ്ങുന്നത് കണ്ട് സുധീഷിനും ആശ്വാസമാവുകയാണ്. വീട്ടിലെല്ലാവരെയും താൻ അന്വേഷിച്ചെന്ന് പറയണമെന്നും അമ്മയെ താൻ ഫോണിൽ വിളിച്ചോളാമെന്നും നിധി പറയുമ്പോഴാണ് ഭാസ്കരനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് രാജീവ് പറയുന്നത്. സംശയത്തോടെ ഭാസ്കരനും ചോദിക്കാനായി പറയുമ്പോൾ ഒരാഴ്ചത്തേക്ക് സുധീഷിനെയും നിധിയെയും തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിക്കോട്ടെ എന്ന് രാജീവ് ചോദിക്കുക. അത് കേൾക്കെ സുധീഷും ഞെട്ടലോടെ നിൽക്കുമ്പോ അതെന്തിനാന്ന് നിധിയും ചോദിക്കുക. ഓരോ തവണയും നീ കാണാനായി വരുമ്പോ ഞങ്ങൾ കാണാൻ സമ്മതിക്കാതെ ഇറക്കി വിട്ടില്ലേ? ആ സമയത്ത് ഞങ്ങൾക്കും നിന്നോട് ദേഷ്യം തന്നെയായിരുന്നു. അതെല്ലാം മറന്നാണ് ഞാനിപ്പോ നിന്നെ കാണാൻ വന്നത്. ഇനി നിന്നെ ഇങ്ങനെ അകറ്റി നിർത്താൻ കഴിയില്ലെന്നും അതുകൊണ്ടാണ് സുധീഷിനെയും നിന്നെയും ഒരാഴ്ചത്തേക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാമെന്ന് തീരുമാനിച്ചതെന്നും രാജീവ് പറയുന്നത് കേൾക്കെ നിധിയും ഹാപ്പി ആവുകയാണ്. അതെന്തിനാ ഇപ്പോ ഉടനെ തന്നെ പോകുന്നത്? ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ദിവസം അങ്ങോട്ട് വരാമെന്ന് സുധീഷ് പറയുന്നുണ്ടെങ്കിലും അവര് വിളിച്ചതല്ലേ, പോയിട്ട് വാ എന്ന് സുഭാഷും അവനെ വഴക്കു പറയുന്നുണ്ട്. അതല്ല ചേട്ടാ, നിധിക്ക് ഇന്റർവ്യൂ നടക്കുന്ന സമയമല്ലേ എന്നും ഈ സമയത്ത് അങ്ങോട്ട് പോയാ ഇന്റർവ്യൂ മിസ്സായി പോവില്ലേ എന്നും സുധീഷ് ചോദിക്കുമ്പോൾ കുറച്ചു നാളത്തേക്കല്ലല്ലോ വിളിച്ചത്, ഒരാഴ്ചത്തേക്കല്ലേ. അതിനിടയ്ക്ക് ഇന്റർവ്യൂ എന്നാ അവിടെ നിന്ന് പോയി വരാമല്ലോ, കാറിൽ പെട്ടെന്ന് ഇങ്ങ് തിരുവനന്തപുരത്തേക്ക് എത്തുമല്ലോ എന്നൊക്കെ സുധീഷിനോടായി പറയുന്നുണ്ടെങ്കിലും സുധീഷും ആകെ ടെൻഷനോടെ സംശയത്തോടെ തന്നെ നിൽപ്പാ. രാജീവ് അപ്പോഴേക്കും അവരെ കൂട്ടിക്കൊണ്ടുപോകാനായി സുഭാഷിനോട് സമ്മതം ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മോളെ കൂട്ടിയിട്ട് പോകുന്നതിന് എന്നോട് ചോദിക്കുന്നത് എന്തിനാ? കൂട്ടിയിട്ട് പോവാനായി സുഭാഷും സമ്മതിക്കുന്നുണ്ട്. നിധി സന്തോഷത്തോടെ നിൽക്കുമ്പോഴേക്കും എല്ലാം കേട്ടോണ്ടിരുന്ന ഭാസ്കരനും നിങ്ങളെ വിശ്വസിക്കാമോ, അവരെ തിരികെ വിടുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛ എന്ന് സുഭാഷ് താക്കീതോടെ വിളിക്കുന്നുണ്ടെങ്കിലും തന്റെ മനസ്സിൽ തോന്നിയ ഒരു സംശയമാണ് ചോദിക്കുന്നതെന്നും അതിൽ തെറ്റെന്താണെന്നും ഭാസ്കരനും ചോദിക്കുക. അത് കേൾക്കെ അച്ഛൻ മാത്രമേ തന്റെ ഫീലിങ്സ് മനസ്സിലാക്കി സംസാരിക്കാനുള്ളൂ എന്ന് സുധീഷും മനസ്സിൽ പറയുകയാണ്. രാജീവും ഭാസ്കരനോടായി ഞാൻ എന്റെ മോളെ മാത്രമേ വിളിച്ചോണ്ട് പോകുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് സംശയിക്കാമായിരുന്നു. പക്ഷെ ഞാൻ ഇവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടാണല്ലോ പോകുന്നത്. ഞാൻ ഇങ്ങോട്ട് വന്നത് ഇപ്പോഴാണ് എന്റെ ഭാര്യയെ തന്നെ അറിയിക്കുന്നത്. അവളോട് കാണരുത് മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അവളെ കാണാൻ പോയല്ലേ എന്ന് ചോദിച്ച് അവൾ എന്നോട് ദേഷ്യപ്പെട്ടു. അവൾക്കും അവളുടെ മകളോട് സ്നേഹമുണ്ടാവില്ലേ എന്നൊക്കെ രാജീവ് ചോദിക്കുമ്പോൾ അച്ഛനോട് അനുവാദം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ എന്ന് സുഭാഷും പറയുകയാണ്. അത് കേൾക്കെ സന്തോഷത്തോടെ നിധി നീ എന്ത് പറയുന്നു? നിന്നെ കൊണ്ടുചെന്നാൽ നിന്റെ അമ്മയ്ക്ക് വളരെ സന്തോഷമാവും. ഒരാഴ്ച വന്ന് നീ വീട്ടിൽ താമസിച്ച ആ വീട് തന്നെ ഉണരും. നാളെ രാവിലെ ഞാൻ ഇങ്ങോട്ട് വന്ന് നിന്നെയും സുധീഷിനെയും കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. സമ്മതമല്ലേ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ നിധിയും സന്തോഷത്തോടെ സമ്മതമാണെന്ന് അറിയിക്കുക. സന്തോഷത്തോടെ രാജീവും സുഭാഷിനോട് യാത്ര പറഞ്ഞിറങ്ങാൻ നേരം അച്ഛൻ എവിടെയാ താമസിക്കാൻ പോകുന്നതെന്ന് നിധി ചോദിക്കുക. ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ടെന്നും അവിടെ താമസിച്ച് രാവിലെ ആവുമ്പോൾ ഇങ്ങോട്ട് വരാമെന്നും രാജീവ് പറയുമ്പോൾ നിങ്ങളോട് ഇവിടെ താമസിക്കാൻ പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങളെപ്പോലുള്ള ഒരാൾക്ക് താമസിക്കാൻ പറ്റിയ ഒരു വീടൊന്നുമല്ല ഇത്. അതാണ് താമസിക്കാൻ പറയാൻ കുറച്ച് വിഷമമെന്ന് സുഭാഷും പറയുക. അത് സുധീഷും അതെല്ലാം വിട്ടേക്ക് ചേട്ടാ, കുറച്ചു കഴിഞ്ഞ് നമ്മൾ സൂപ്പർ ഒരു വീട് വെക്കുമെന്ന് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എല്ലാം കേട്ടോണ്ടിരുന്ന ഭാസ്കരനും വീട് എങ്ങനെയായാലെന്താ, മനസ്സാണ് മുഖ്യമെന്നും മനസ്സുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും താമസിക്കാമെന്നും ഭാസ്കരൻ വിളിച്ചു പറയുമ്പോൾ അച്ഛനൊന്ന് ചുമ്മാതിരിക്കെന്ന് സുഭാഷും പറയുകയാണ്. ഇവിടെ ഈ വീടുള്ളപ്പോ രാത്രിയിൽ നിങ്ങൾ താമസിക്കാൻ ഹോട്ടലിൽ റൂം എടുക്കുന്നത് കുറച്ച് കഷ്ടമാണ്. ഉറപ്പായും സുധീഷ് പറഞ്ഞ പോലെ ഞങ്ങൾ ഉടനെ നല്ലൊരു വീട് ഉണ്ടാക്കും എന്നൊക്കെ സുഭാഷ് ടെൻഷനോടെ പറയുമ്പോൾ രാജീവും ചിരിയോടെ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ ഇവിടെ താമസിക്കില്ലെന്ന് കരുതിയാണോ ടെൻഷൻ അടിക്കുന്നത്? ഞാൻ ഇന്നിവിടെയാണ് താമസിക്കുന്നത്, മതിയോ എന്ന് ചോദിക്കുമ്പോൾ നിധിക്കും ആകെ സന്തോഷമാവുകയാണ്. നിധിയും അമ്പരപ്പോടെ അച്ഛൻ സത്യമായിട്ടും പറഞ്ഞതാണോ, ഇവിടെ താമസിക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞത് സത്യമാണെന്നും താൻ ഇവിടെ താമസിച്ച് രാവിലെ തന്നെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടു പോവാമെന്നും രാജീവ് പറയുമ്പോഴേക്കും സുധീഷിനും അതിഷ്ടമാവുന്നില്ല. ചെറിയൊരു വീടാണെങ്കിലും ഇവിടെ എല്ലാവരും സന്തോഷത്തോടെയല്ലേ കഴിയുന്നത്, അതിൽ കൂടുതൽ എന്താ വേണ്ടത്? എന്റെ മോള് താമസിക്കുന്ന വീട്ടിലാ ഇന്ന് ഞാനും താമസിക്കാൻ പോകുന്നത്. സന്തോഷമായില്ലേന്ന് രാജീവ് ചോദിക്കുമ്പോൾ താങ്ക് യു അച്ഛ എന്ന് പറഞ്ഞ് നിധിയും അച്ഛനെ ചേർത്ത് പിടിക്കുക. പിന്നീട് സുധീഷ് ഹരീഷിനെ മുറ്റത്തേക്ക് വിളിച്ച് മാറ്റി നിർത്തി നിധിയുടെ അച്ഛൻ വേറെന്തോ പ്ലാനുമായി വന്നതാണെന്ന് പറയുന്നുണ്ട്. അയാളുടെ ഇപ്പോഴത്തെ പെരുമാറ്റം വെച്ച് അങ്ങനെ തോന്നുന്നില്ലെന്നും പക്ഷേ രാവിലെ സുധീഷ് ഏട്ടനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുമ്പോൾ എന്തോ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നുവെന്നും ഹരീഷ് പറയുമ്പോൾ അയാൾ നിധിയെ കാണാനായി വന്നതാ.
കണ്ടുകഴിഞ്ഞാ ഉടനെ തിരിച്ചു പോകണ്ടേ? അല്ലാതെ പിന്നെ വന്ന ഉടനെ തന്നെ അവളെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് വിചാരിക്കുന്നത് എന്തിനാ? അവർക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ താമസിപ്പിക്കണം. അതാണ് അവരുടെ പ്ലാൻ. അത് നടക്കാൻ സമ്മതിക്കരുതെന്ന് സുധീഷ് പറയുമ്പോ അവരെ ഇടത്തിയെ മാത്രമല്ലല്ലോ വിളിച്ചത്, സുധീഷ് ഏട്ടനെയും കൂട്ടിക്കൊണ്ടു പോകുന്നില്ലേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാ അങ്ങോട്ട് പോകണം? അവരെ വിശ്വസിക്കാൻ പറ്റില്ലെന്നും ഞാൻ അങ്ങോട്ട് പോകുന്നില്ലെന്നും സുധീഷും പറയുകയാ. ഹരീഷും പറയുന്നുണ്ട്, സുധീഷ് ഏട്ടൻ ഏട്ടത്തിയുടെ കൂടെ പോവാഞ്ഞാ അവർ തീരുമാനിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നടക്കും. ഏട്ടത്തിയുടെ കൂടെ സുധീഷ് ഏട്ടൻ പോവുകയാണെങ്കിൽ അവരുടെ പ്ലാൻ എല്ലാം പൊളിക്കാൻ പറ്റും. ആലോചിച്ചു നോക്കെന്ന് ഹരീഷ് പറയുമ്പോഴാണ് രാജീവ് അവരുടെ അടുത്തേക്ക് വന്ന് ചിരിയോടെ രണ്ടുപേരും തമ്മിൽ എന്താ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേ എന്ന് ചോദിക്കുന്നത്. ഒന്നുമില്ല, നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു പറഞ്ഞ് ഹരീഷും അകത്തോട്ട് കയറി പോവുകയാ. അവൻ പോയി കഴിയുമ്പോൾ രാജീവ് തന്റെ തനി സ്വഭാവം പുറത്തെടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് സുധീഷേ, നീ എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ നിധിയുടെ അച്ഛനല്ലേ, നിങ്ങളെ കണ്ടാൽ നിധിക്ക് സന്തോഷമാവും, അപ്പോ എനിക്കും അത് സന്തോഷം തന്നെയാ എന്ന് സുധീഷും പറയുന്നുണ്ട്. ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ സുധീഷിന്റെ വീട്ടിലേക്ക് വരുമെന്നോ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുമെന്നോ ഇവിടെ താമസിക്കണമെന്നോ ഒരു പ്ലാനും ഇല്ലായിരുന്നു. പക്ഷേ നീയായിട്ട് എന്നെ ഇന്ന് ഇങ്ങോട്ട് വരുത്തിയതാ. എന്നെ കളിയാക്കി എന്നെ വെല്ലുവിളിച്ചില്ലേ നീ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ അപ്പോ ഞാൻ സംശയിച്ചത് ശരി തന്നെയാ. നിങ്ങളൊരു തീരുമാനമെടുത്താണ് വന്നത് ഇങ്ങോട്ടല്ലേ എന്ന് സുധീഷും ചോദിക്കുക. ഉറപ്പായിട്ടും നമ്മുടെ വെല്ലുവിളിയിൽ ജയിക്കണമല്ലോ, അതിനാണ് നിന്നെ തേടി ഇങ്ങോട്ട് തന്നെ വന്നത് എന്ന് രാജീവും ചിരിയോടെ പറയുമ്പോ നിധിയെ ഞാൻ നിങ്ങളുടെ കൂടെ വിടില്ല, നിങ്ങളെ കൊണ്ട് അവളെ കൂട്ടിക്കൊണ്ട് പോവാനും കഴിയില്ല എന്ന് സുധീഷും പറയുന്നുണ്ട്. സുധീഷേ, ഞാനൊരു തീരുമാനമെടുത്താ അത് നടപ്പിലാക്കിയിരിക്കും. ഉറപ്പായും അത് നടക്കും. അത് ഞാൻ നടത്തി കാണിക്കും. നിനക്ക് ഒരാഴ്ചയാ ഞാൻ സമയം തന്നത്. അതിലെ ഒരു ദിവസം ഇന്ന് കഴിഞ്ഞു. ഇന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ ഞാൻ എന്തെല്ലാം ഒപ്പിച്ചു എന്ന് നീ കണ്ടതല്ലേ. ഇനി അതിൽ ബാക്കി 6 ദിവസം കൂടിയുണ്ട്. അതിനകം എന്റെ മകൾ എന്റെ വീട്ടിൽ എന്റെ മകളായി തന്നെ ഇരിക്കും. നീ ഇവിടെ തനിച്ചാവും എന്ന് രാജീവ് വെല്ലുവിളിക്കുമ്പോഴാണ് അച്ഛ എന്ന് വിളിച്ചോണ്ട് നിധി അങ്ങോട്ട് വരുന്നത്. അവളേക്കാണ് രാജീവും ചിരിയോടെ സുധീഷിന്റെ കൈ ചേർത്ത് പിടിക്കുമ്പോഴേക്കും നിങ്ങൾ എന്താ ഇവിടെ സംസാരിച്ചോണ്ട് നിൽക്കുന്നതെന്ന് നിധി ചോദിക്കുക. സുധീഷിനൊരു താങ്ക്സ് പറയുകയായിരുന്നു. ഇന്ന് സുധീഷിനെ കണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ തനിക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ലായിരുന്നു. നീ എന്നെ എത്രമാത്രം മിസ് ചെയ്യുന്നുവെന്നും വീട്ടിലുള്ളവരെ കാണാതെ നീ എത്രമാത്രം സങ്കടപ്പെടുന്നുവെന്നും സുധീഷ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അച്ഛനെയും മോളെയും ചേർത്ത് വെക്കണമെന്ന് സുധീഷിന് എന്താഗ്രഹമായിരുന്നറിയോ? അതുകൊണ്ടാണ് മനസ്സ് മാറി ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന് നിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സന്തോഷവും സമാധാനവും ഉണ്ടായത്. എങ്ങനെയുള്ള വീട്ടിലാണ് കഴിയുന്നതെന്നോർത്ത് മനസ്സിലാകെ ഒരു ടെൻഷനായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് നീയൊരു നല്ല സ്ഥലത്താണ് എത്തിച്ചേർന്നതെന്ന്. അതിനാണ് ഞാൻ സുധീഷിന് താങ്ക്സ് പറഞ്ഞത്. സുധീഷ് ഒരു നല്ല പയ്യനാണെന്ന് പറഞ്ഞ് രാജീവ് സ്നേഹത്തോടെ അവനെ ചേർത്ത് പിടിക്കുക. അത് കാണുന്ന നിധിക്കും സന്തോഷമാവുന്നുണ്ട്. അവിടെ സുഭാഷും കൂട്ടരും ഒരു കട്ടിലെല്ലാം ഡൈനിങ് ഹാളിലേക്ക് പിടിച്ചിട്ട് രാജീവിന് കിടക്കാനുള്ള സൗകര്യമൊരുക്കുകയാ. അങ്ങോട്ട് വന്ന രാജീവും അതെല്ലാം കണ്ട് എന്തിനാ ഇതെല്ലാം, ഒരു പായ മതിയായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. നിങ്ങളെപ്പോലെ വലിയ ആളുകൾക്ക് കട്ടിലിൽ കിടന്നല്ല ശീലം, പായിൽ കിടന്നൊന്നും ശീലമുണ്ടാവില്ലല്ലോ. പിന്നെ കാറ്റിനായി ഒരു ടേബിൾ ഫാനുമുണ്ട്, കൊതുകും കടിക്കില്ല എന്ന് സുഭാഷും പറയുകയാ. അപ്പോഴാണ് നിധി അച്ഛനെ ഡ്രസ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. വേണം, കാറിൽ ബാഗ് ഇരിപ്പുണ്ട്, ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് രാജീവ് പറയുന്നുണ്ടെങ്കിലും താൻ എടുത്തു വരാമെന്ന് സുഭാഷും. അവര് രണ്ടുപേരെയും തടഞ്ഞ് താൻ എടുത്തു വരാമെന്ന് പറഞ്ഞ് നികേഷ് പോയി ബാഗ് എടുത്തുകൊണ്ട് വരികയാ. അതിനിടയ്ക്ക് ടെൻഷനോടെ നിൽക്കുന്ന സുധീഷിനെ നോക്കി രാജീവ് ആരും കാണാതെ ക്രൂരതയോടെ ചിരിക്കുന്നുണ്ട്. പിന്നീട് അച്ഛനെ ഡ്രസ് മാറാനായി നിധി തന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാ. ഇതാണ് എന്റെ റൂം എന്ന് നിധി പറയുമ്പോ രാജീവ് ആ മുറി മൊത്തം നോക്കിക്കൊണ്ട് നിൽപ്പാ. റൂമിന്റെ അവസ്ഥയൊന്നും നോക്കണ്ടെന്നും ഇവിടെയുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല റൂം ഇതാണെന്നും അതുകൊണ്ടാ തനിക്ക് ഈ റൂം തന്നതെന്നും നിധി പറയും. അത് കുഴപ്പമില്ലെന്നും വീട് എങ്ങനെ ഇരുന്നാലും നിനക്ക് വൃത്തിയുള്ളൊരു റൂം തനിയെ തന്നല്ലോ, അതൊരു നല്ല കാര്യമാണെന്ന് രാജീവും. അച്ഛനോട് ഡ്രസ് മാറാനായി പറഞ്ഞ് നിധിയും പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അവൾ സുഭാഷിന്റെ അരികിലേക്ക് ചെന്ന് എന്തിനാ കഷ്ടപ്പെട്ട് ഈ കട്ടിലെല്ലാം ഇങ്ങോട്ട് പിടിച്ചിട്ടെന്ന് ചോദിക്കുമ്പോ എന്താ മോളെ ഈ പറയുന്നത്? നിന്റെ അച്ഛൻ ആദ്യമായി വീട്ടിലേക്ക് വന്നതല്ലേ, എത്ര സ്നേഹത്തോടെയാ പെരുമാറുന്നത്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലെന്നും എന്തായാലും മനസ്സ് മാറി ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ. എത്ര വലിയ മനുഷ്യനാ നമ്മുടെ വീട്ടിൽ താമസിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോ അവരെ നല്ലപോലെ നോക്കേണ്ടത് നമ്മുടെ മര്യാദയല്ലേ. അതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും രാജീവും ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അങ്ങോട്ടെത്തുകയാ. രാജീവിന് ഫാനിന്റെ സ്വിച്ച് എല്ലാം കാണിച്ചു കൊടുത്ത് രാത്രി എന്തെങ്കിലും ആവശ്യം വന്നാൽ സുഭാഷെ നിന്ന് വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് പോവാൻ തുടങ്ങുമ്പോഴേക്കും ഇതിയോട് പോയി കിടക്കാനായി പറയുന്നുണ്ട് അച്ഛൻ. അവൾ അത് സമ്മതിച്ച് അച്ഛന് ഗുഡ് നൈറ്റും പറഞ്ഞു പോകുമ്പോഴേക്കും രാജീവിനോടും കിടക്കാനായി പറഞ്ഞ് സുഭാഷ് എല്ലാവരെയും വിളിച്ചോണ്ട് പോകുന്നേരം രാജീവ് സുധീഷിനെ വിളിച്ച് നീ എന്താ അവരുടെ കൂടെ പോകുന്നത്, നിന്റെ റൂമിലേക്ക് പോകുന്നില്ലെന്ന് നിധിയുടെ റൂം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കേ. എന്തു പറയണമെന്നറിയാതെ പരിഭ്രമത്തോടെ നിൽപ്പാ എല്ലാവരും. അപ്പൊ സുധീഷും പറയുന്നുണ്ട്
നാളെ മുതൽ ഇനി ഒരാഴ്ച നിങ്ങളുടെ വീട്ടിലല്ലേ താമസിക്കുന്നത്. അതുകൊണ്ട് ഇന്നൊരു ദിവസം ചേട്ടന്റെയും അനിയന്മാരുടെയും കൂടെ കിടക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ രാജീവും അത് വിശ്വസിക്കുകയാ. സുഭാഷ് 3 പേരെയും വിളിച്ചോണ്ട് അവിടുന്ന് പോകുമ്പോഴേക്കും നിധിയും അച്ഛൻ തന്നെ കാണാൻ വന്ന കാര്യമെല്ലാം ഓർത്ത് അവൾ സന്തോഷത്തോടെ ഇരിപ്പാ. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞെങ്കിലും ടെൻഷനോടെ ഉറങ്ങാതെ കിടക്കുന്ന സുധീഷിന്റെ മനസ്സിലേക്ക് കാറിൽ വെച്ച് നിധിയെ ഒരാഴ്ചക്കകം തന്റെ ജീവിതത്തിൽ നിന്നും പടിയിറക്കുമെന്ന് രാജീവ് വെല്ലുവിളിച്ച കാര്യങ്ങളെല്ലാം ഓടിയെത്തുകയാ. എന്തു വന്നാലും ശരി, നാളെ നിധിയെ അവളുടെ അച്ഛന്റെ കൂടെ പറഞ്ഞയക്കില്ല. നിധിയെ എന്നിൽ നിന്നും ആർക്കും പിരിക്കാനുമാവില്ല എന്ന് സുധീഷും മനസ്സിൽ തീരുമാനിക്കുക. പിന്നീട് രാവിലെ ആകുമ്പോൾ സുഭാഷ് എഴുന്നേറ്റ് ബാത്റൂം എല്ലാം ക്ലീൻ ചെയ്യുന്ന തിരക്കില്ല. നിധിയും റൂമിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ കാണുന്നത് അച്ഛൻ സുഖമായി ആ കട്ടിലിൽ കിടന്നുറങ്ങുന്നതാ. സുഭാഷ് അപ്പോഴേക്കും ബാത്റൂം ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് ചെന്ന് അവിടെ കിടന്നുറങ്ങിയിരുന്ന സുധീഷിനെയും ഹരീഷിനെയും നഗേഷിനെയും എല്ലാം വിളിച്ചുണർത്തുകയാ. നിധിയും സ്നേഹത്തോടെ അച്ഛനെ ഒരു നിമിഷം നോക്കി നിന്ന് ബാത്റൂമിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ എല്ലാം ക്ലീൻ ആക്കിയിട്ടിരിക്കുന്ന കണ്ട് അമ്പരപ്പോടെ നോക്കി നിൽക്കുമ്പോഴാണ് സുഭാഷ് അങ്ങോട്ട് ചെന്ന് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നത്. എന്താ സുഭാഷ് ഏട്ടാ ഇതെല്ലാം എന്ന് നിധി ചോദിക്കുമ്പോ ബാത്റൂം ക്ലീൻ ആക്കിയതാണെന്നും അച്ഛന് രാവിലെ എഴുന്നേറ്റ ബാത്റൂമിൽ പോവണ്ടേ എന്നും സുഭാഷ് ചോദിക്കുന്നുണ്ട്. അതിന് സുഭാഷ് ഏട്ടൻ കഴുകണമായിരുന്നോ, ഞാൻ ചെയ്യാമായിരുന്നില്ലേ എന്ന് നിധി ചോദിക്കുമ്പോ ഞാനുള്ളപ്പോ മോളെ കൊണ്ട് ബാത്റൂം കഴിക്കോ, അതെല്ലാം വിട്ടേക്ക്, എപ്പോഴും ചെയ്യുന്നതല്ലേ. ഇന്ന് കുറച്ചധികം സമയമെടുത്ത് ക്ലീൻ ചെയ്തു. നിധിയുടെ അച്ഛൻ ആദ്യമായിട്ടല്ലേ ഈ വീട്ടിലേക്ക് വന്നത്, അപ്പൊ നമ്മൾ അദ്ദേഹത്തെ നന്നായി ശ്രദ്ധിക്കണ്ടേ. ഉള്ള പാത്രം നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കണ്ടേ. നീ പോയി കുളിച്ചിട്ട് വാ, ഞാൻ അപ്പോഴേക്കും ചായ എടുത്തു വെക്കാം, നിങ്ങൾക്ക് വേഗം പോവേണ്ടതല്ലേ എന്ന് നിധിയോടായി ചോദിച്ച് സുഭാഷും അടുക്കളയിലേക്ക് ചായ ഉണ്ടാക്കാനായി പോവുകയാ. പിന്നീട് രാജീവും നിധിയുമെല്ലാം കുളിച്ച് ഫ്രഷായി പോവാൻ റെഡിയായി നിൽക്കുമ്പോഴേക്കും സുഭാഷ് രാജീവിനെ ചായ കൊണ്ട് കൊടുക്കുകയാ. ഇറങ്ങിയാലോന്ന് രാജീവ് നിധിയോടായി ചോദിക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് സുഭാഷ് പറയുന്നുണ്ടെങ്കിലും ഈ ചായ തന്നെ അധികമാണെന്നും താൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമായിട്ടില്ലെന്നും ഇപ്പൊ തിരിച്ചാലേ ട്രാഫിക്കിൽ പെടാതെ പെട്ടെന്ന് അങ്ങ് എത്താൻ പറ്റുകയുള്ളൂ എന്നും പോയിട്ട് കുറെ ജോലി തീർക്കാനുണ്ടെന്നും സുഭാഷിനോടായി പറഞ്ഞ് നിധിയുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞില്ലേന്ന് രാജീവ് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞെന്ന് നിധി പറയുമ്പോൾ വീട്ടിൽ നിധിയുടെ ഡ്രസ്സെല്ലാം കുറേയുണ്ടെന്നും അതുകൊണ്ട് കുറച്ച് ഡ്രസ്സ് എടുത്താൽ മതിയെന്നും രാജീവ് പറയുമ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളൂവെന്ന് നിധിയും സമ്മതിക്കുക. അതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്ന സുധീഷും ഇയാൾ എന്തോ വലിയ പ്ലാനാണ് നടപ്പാക്കാൻ പോകുന്നതെന്ന് അവനും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പോഴാണ് സുഭാഷ് സുധീഷിനോടായി സുധീഷേ നിന്റെ ഡ്രസ്സെല്ലാം എടുത്തു വെച്ചോ എന്ന് ചോദിക്കുന്നത്. ഇല്ല, താൻ പോകുന്നില്ലെന്ന് സുധീഷ് പറയുമ്പോ പോകുന്നില്ലേ, അദ്ദേഹം നിന്നെ കൂടി വിളിച്ചതല്ലേ എന്ന് സുഭാഷും. താൻ പോകുന്നില്ലെന്നും തനിക്ക് കുറെ ജോലിയുണ്ടെന്നും മുന്നേ ബുക്ക് ചെയ്തതായതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലെന്നും സുധീഷ് പറയുമ്പോ എന്താ സുധീഷെ നീ പറയുന്നേ എന്ന് സുഭാഷും. തനിക്കറിയാം അദ്ദേഹം സ്നേഹത്തോടെ വിളിച്ചതാണ്, ഇപ്പോ അദ്ദേഹം പോവട്ടെ, താൻ ജോലി കഴിഞ്ഞ് നിധിയെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്ന് സുധീഷ് പറഞ്ഞൊഴിയാൻ നോക്കുന്നുണ്ടെങ്കിലും എന്താ സുധീഷെ, ഫോണിൽ വിളിച്ച് പറ നിധിയുടെ അച്ഛൻ വന്നിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ കൂടെ പോവുകയാണെന്നും തൽക്കാലം വേറെ ആരെങ്കിലും ഡ്രൈവറായി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നു സുഭാഷ് പറയുമ്പോൾ മാക്സിമം താൻ ഒഴിവാക്കാൻ നോക്കിയെന്നും ഞാൻ തന്നെ വരണമെന്ന് അവർ നിർബന്ധിച്ചെന്നും സുഭാഷിനോടായി പറഞ്ഞ് നിധിയോടായി നിധി ഞാൻ ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല, നമുക്കിനി വേറൊരു ദിവസം എന്ന് സുധീഷ് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും രാജീവും ഇടയിൽ കയറി സുധീഷേ ഇതിലിപ്പോ ഇത്ര ടെൻഷൻ ആവാൻ എന്താ, ജോലിയല്ലേ പ്രധാനം, ജോലി നടക്കട്ടെ, ഞാനിപ്പോ നിധിയെയും കൂട്ടിക്കൊണ്ട് പോയിക്കോളാം, നിന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് വന്നാ മതി. എന്താ നിധി എന്ന് ചോദിക്കുമ്പോ അത് മതി, അങ്ങനെ ചെയ്യാമെന്ന് നിധിയും സന്തോഷത്തോടെ പറയുകയാ. നിധിയെ രാജീവിന്റെ കൂടെ വിടാതിരിക്കാനുള്ള സുധീഷിന്റെ ആ പ്ലാനും തകർത്തുകൊണ്ട് സുധീഷേ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, നമുക്ക് ജോലിയാണ് മുഖ്യം, ജോലിക്കാര്യമുള്ളോണ്ടാ ഞാനും പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നത്, നീ സമാധാനമായി നിന്റെ ജോലിയെല്ലാം തീർത്ത് അങ്ങോട്ട് വന്നാ മതി എന്ന് രാജീവും പറയുമ്പോ അതെങ്ങനെ പറ്റും, നിങ്ങൾ 2 പേരെയും കൂടിയല്ലേ ക്ഷണിച്ചത്, അവർ ഒരുമിച്ച് വരുമെന്ന് സുഭാഷും. അവൻ സുഭാഷിനോടായി സുധീഷേ നീ കൂടി പോയിട്ട് വാ, 2 പേരും തനിയെ പോകുന്നത് അത്ര നല്ലതല്ല എന്ന് സുഭാഷും പറയുന്നുണ്ട്. ഇയാളിപ്പോ നിധിയെ തനിയെ കൂട്ടിക്കൊണ്ടു പോവും, ഇനി എന്തു ചെയ്യും എന്നോർത്ത് സുധീഷ് ടെൻഷനോടെ നിൽക്കുമ്പോഴാണ് സുധീഷ് ഏട്ടൻ ആ ഓണറെ ഒന്നുകൂടി വിളിച്ച് പറഞ്ഞ് പോവാൻ നോക്കെന്ന് ഹരീഷും പറയുന്നത്. സുധീഷും ആ അവസരം മുതലെടുത്ത് സുധീഷും താൻ തോമസ് ഏട്ടനെ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടുന്ന് പുറത്തേക്ക് പോവുകയാ. സുഭാഷും രാജീവിനോടായി അവൻ ഉറപ്പായും വരും, 2 പേരെയും ഒന്നിച്ചു കൊണ്ടുപോകുന്നതല്ലേ അതിന്റെ ഒരു ശരി എന്ന് പറയുമ്പോ അതാണ് കറക്റ്റ് എന്ന് രാജീവും സമ്മതിക്കുക. തോമസ് ചേട്ടനെ വിളിക്കാനായി പുറത്തോട്ടിറങ്ങിപ്പോയ സുധീഷും ഇയാളുടെ പ്ലാൻ എന്താണെന്ന് അറിയില്ലല്ലോ, ഈശ്വര ഇനി എന്തു ചെയ്യുമെന്നോർത്ത് ടെൻഷനോടെ നിൽക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.